നത്തിങ് വോയിസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 10 കിടിലൻ ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. കസ്റ്റം ചാർജിങ് മോഡ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക, ബാറ്ററി എടുക്കുക. ബാറ്ററിയിൽ താഴെ വന്നിട്ട് ബാറ്ററി ഹെൽത്ത് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കസ്റ്റം ചാർജിങ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. ആദ്യം ഓൺ ആയിരിക്കുക സ്മാർട്ട് ചാർജിങ് മോഡായിരിക്കും. അത് മാറ്റി കസ്റ്റം ചാർജിങ് മോഡ് ഓൺ ചെയ്താൽ ഈ കാണുന്ന 3% അതായത് 70, 80, 90 ഈ 3% ഏതിൽ വേണമെങ്കിലും നമുക്ക് നമ്മുടെ ചാർജിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനിപ്പോൾ 90 സ്റ്റോപ്പ് ചെയ്തത് എന്ന് നോക്കുക. ഞാൻ ചാർജ് ചെയ്ത് ഇത് 90% ചാർജ് ആവുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചാർജിങ് ഡിസ്കണക്റ്റ് ആവും. ഡബിൾ പ്രസ് പവർ ബട്ടൺ ഓപ്ഷൻ സെറ്റിംഗ്സിൽ ഡബിൾ പ്രസ് പവർ ബട്ടൺ എന്ന ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ കാണുന്ന ഓപ്ഷൻസ് എല്ലാം നമുക്ക് പവർ ബട്ടൺ ഡബിൾ പ്രസ് ചെയ്യുന്ന സമയത്ത് ഓൺ ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കൂടാതെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച എല്ലാ ആപ്ലിക്കേഷൻസും നമുക്ക് ഇവിടെ ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ട്. എനിക്കതിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൽ ഗൂഗിൾ പേ ആഡ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഗൂഗിൾ പേ ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ടൈപ്പ് പേയ്മെൻ്റ് ആണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിവിടെ സ്കാൻ എനി QR കോഡ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ പവർ ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ പേ ഓണായി QR കോഡ് സ്കാനിങ് സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. റെക്കോർഡർ വിഡ്ജറ്റ് ഹോം സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്ത് വിഡ്ജറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. താഴേക്ക് വരുമ്പോൾ റെക്കോർഡർ എന്ന ഒരു വിഡ്ജറ്റ് കാണാം. അത് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഹോം സ്ക്രീനിൽ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ 2 ഓപ്ഷൻസ് കാണാം. മുകളിലുള്ള ഓപ്ഷൻ എന്നത് ഫോണിലുള്ള മൈക്ക് ഓഡിയോ മാത്രം റെക്കോർഡ് ചെയ്യുന്ന നോർമൽ റെക്കോർഡിംഗ് ഓപ്ഷനാണ്. താഴെ വന്നിട്ടുള്ളത് മൈക്ക് ഓഡിയോയും ഡിവൈസിലുള്ള ഓഡിയോയും രണ്ടും കൂടി റെക്കോർഡ് ചെയ്യുന്ന ഓപ്ഷനാണ്. അതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് റെക്കോർഡിംഗ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും. ആ സമയത്ത് നമ്മുടെ ഫോണിൽ മൈക്കിലൂടെ വരുന്ന ഓഡിയോയും ഫോണിൻ്റെ ഡിവൈസ് ഓഡിയോയും രണ്ടും ഒരേ സമയത്ത് തന്നെ അത് റെക്കോർഡാക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇവിടെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് സാധാരണ കോൾ മാത്രമല്ല, നമുക്ക് വാട്സപ്പ് കോൾ എല്ലാം ഇൻ്റർനെറ്റ് കോളുകളെല്ലാം നമുക്ക് ഇതേപോലെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനിപ്പോൾ സാധാരണ ഒരു വാട്സപ്പ് കോൾ ചെയ്യുകയാണ്. ആ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു വിഡ്ജറ്റിൽ വന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ആ കോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി റെക്കോർഡാവും. ഒരു അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ വിഡ്ജറ്റ് നമുക്ക് ഹോം സ്ക്രീനിൽ വിഡ്ജറ്റുകൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ലോക്ക് സ്ക്രീനിലും വിഡ്ജറ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് ഇത്ര ഒരു ഏരിയ നമുക്ക് വിഡ്ജറ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വേണ്ട പോലെ ഇത് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും. നമുക്ക് ഇവിടെ അല്ല വേണ്ടത് ഇങ്ങോട്ടാണ് വേണ്ടത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയിടാനും ഇതിൻ്റെ നമുക്ക് ആവശ്യാനുസരണം ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനും ഒക്കെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ വരുന്ന വിഡ്ജറ്റുകൾ വരെ സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ബാറ്ററി വിഡ്ജറ്റ്, അതേപോലെ കോമ്പസ്, പെഡോമീറ്റർ ഈ കാണുന്ന സൈസിലൊക്കെ നമുക്ക് വിഡ്ജറ്റുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ വെതർ ആപ്പ് ഒക്കെ നമുക്ക് വിഡ്ജറ്റായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വിഡ്ജറ്റുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക് സ്ക്രീനിൽ ഇതേപോലെ ആയിരിക്കും കാണിക്കുക. നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് മൊബൈൽ ഡാറ്റ, ഹോട്ട്സ്പോട്ട്, ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വളരെ കൂളായിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതേപോലെ തന്നെ നമുക്ക് ഹോം സ്ക്രീനിലും നമുക്ക് വിഡ്ജറ്റുകൾ പല വിധത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നമുക്ക് എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ സൈസ് കൂട്ടണം കുറക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ഈ ഒരു ഐക്കൺ ഇതിലേറെ വലുപ്പത്തിൽ എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് അവിടെ റീസൈസിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ റീസൈസ് ചെയ്ത് നമുക്ക് വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ സാധിക്കും. ഭയങ്കര കൂളായിട്ടുള്ള ഒരു ഫീച്ചറാണ്. മറ്റുള്ള ഫോണുകളിലൊന്നും വിഡ്ജറ്റുകളിൽ ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. മൊബൈൽ ഡാറ്റ, ഹോട്ട്സ്പോട്ട്, ബ്ലൂടൂത്ത് എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ വിഡ്ജറ്റായിട്ട് തന്നെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവിടെ ഒരു ഫോട്ടോ വിഡ്ജറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇത് സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് രീതിയിലുള്ള ഫോട്ടോയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്, ഫോട്ടോ ആണോ, വീഡിയോ ആണോ, പോർട്രേറ്റ്, ടൈം ലാപ്സ്, പനോരമ എന്താണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ പോർട്രേറ്റ് സെലക്ട് ചെയ്ത് ഫ്രണ്ട് ക്യാമറ വേണോ ബാക്ക് ക്യാമറ വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇക്വാലൻ്റ് ഫോക്കൽ ലെങ്ത്ത്, എത്ര ഫോക്കൽ ലെങ്ത്തിലാണ് ഫോട്ടോ എടുക്കേണ്ടത്, ഫോട്ടോയുടെ സൈസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ടൈമർ വേണോ വേണ്ടേ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഞാൻ ഈ വിഡ്ജറ്റിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ 50 mm പോർട്രേറ്റ് ഫോട്ടോ ഓൺ ആയിട്ടുണ്ട്. ഭയങ്കര കൂളായിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതേപോലെ തന്നെ വേറെ ഒരു ആപ്ലിക്കേഷൻ്റെയും സഹായമില്ലാതെ നമുക്ക് ഹോം സ്ക്രീനിൽ തന്നെ കോമ്പസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതേപോലെയുള്ള ഭയങ്കര കൂളായിട്ടുള്ള കുറേ വിഡ്ജറ്റ് ഓപ്ഷൻസ് നത്തിങ് വോയിസിൽ വരുന്നുണ്ട്. കസ്റ്റം സ്ക്രീൻഷോട്ട് നമ്മൾ സാധാരണയായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുന്നത് എങ്ങനെയാണ്? നമുക്കിപ്പോൾ സ്ക്രീനിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മാത്രമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുക്കും. എന്നിട്ട് ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ക്രോപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ഭാഗം മാത്രം സെലക്ട് ചെയ്ത് സേവ് ചെയ്യും. എന്നാൽ ഇനി മുതൽ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏത് ഭാഗമാണോ വേണ്ടത് അവിടെ 3 ഫിംഗർ കൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് നേരെ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. ആ ഒരു ഏരിയ മാത്രം സ്പെസിഫിക് ആയിക്കൊണ്ട് നമുക്ക് സ്ക്രീൻഷോട്ട് ആക്കിയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റിംഗ്സിൽ ഗസ്റ്റേഴ്സ് എന്ന ഓപ്ഷനിൽ വന്നിട്ട് സ്ക്രീൻഷോട്ട് ഗസ്റ്റർ സെലക്ട് ചെയ്യുക. അതിൽ 3 ഫിംഗർ സ്വൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക.
വൺ ഹാൻഡ് മോഡ്. സെറ്റിംഗ്സിൽ ഗസ്റ്റേഴ്സിൽ വന്ന് വൺ ഹാൻഡ് മോഡ് എന്ന ഓപ്ഷൻ ഓൺ ചെയ്യുക. 2 ഓപ്ഷൻസ് കാണാം. പുൾ സ്ക്രീൻ ഇൻ ടു റീച്ച്, താഴെ വന്നിട്ട് ഷോ നോട്ടിഫിക്കേഷൻ. ഷോ നോട്ടിഫിക്കേഷൻ എന്നത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീനിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മുകളിൽ നിന്നും താഴേക്ക് വലിക്കേണ്ട ആവശ്യം വരുന്നില്ല. താഴെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. മറ്റേ ഓപ്ഷൻ ഓൺ ചെയ്യുകയാണെങ്കിൽ ഫുൾ സ്ക്രീൻ ഇൻ ടു റീച്ച്. നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനും വൺ ഹാൻഡ് മോഡിൽ ചെറിയ സ്ക്രീനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നേരെ താഴെ ചെറുതായിട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ ഇതിൽ വൺ ഹാൻഡ് മോഡിൽ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഭയങ്കര കൂളായിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. നമുക്ക് ഹോം സ്ക്രീനും എല്ലാം ഇതേപോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി. നമുക്ക് ഇവിടെ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം നമ്മൾ ഡ്രാഗ് ചെയ്ത് കളയും. പിന്നീട് നമുക്ക് അത് കാണേണ്ടിയിരുന്നു എന്ന ഒരു ചിന്ത വരുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷൻ കാണാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അതിനൊരു ഓപ്ഷൻ ഉണ്ട്. സെറ്റിംഗ്സിൽ വന്നിട്ട് നോട്ടിഫിക്കേഷൻ എന്നുള്ളിടത്ത് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി. ഇവിടെ നമുക്ക് വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഇത് ഓൺ ചെയ്ത് വെച്ചാൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇത് ഓൾറെഡി ഓഫ് ആയിരിക്കും. ഓൺ ചെയ്ത് വെക്കുക. ഓൺ ചെയ്തതിന് ശേഷം വരുന്ന നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇവിടെ സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഡ്രാഗ് ചെയ്ത് കളഞ്ഞ് മിസ്സാവുന്ന ആ ഒരു ഇഷ്യൂ ഇവിടെ പോയി കിട്ടും. ഹൈഡ് ആപ്സ്. നമുക്ക് ഹോം സ്ക്രീൻ സെറ്റിംഗ്സിലേക്ക് വന്നുകൊണ്ട് ഏതൊരു ആപ്ലിക്കേഷനും ഹൈഡ് ചെയ്തുകൊണ്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ജസ്റ്റ് ആ ആപ്ലിക്കേഷൻ്റെ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ ഹൈഡ് ചെയ്ത ആപ്ലിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മെനു തുറക്കുന്ന സമയത്ത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഇവിടെ ആയിരിക്കും നമ്മൾ ഹൈഡ് ചെയ്ത എല്ലാ ആപ്ലിക്കേഷൻസും വരുന്നത്. പിന്നീട് ഒരു ഓപ്ഷൻ വരുന്നത് ആപ്പ് ക്ലോണിംഗ് ആണ്. നമുക്ക് ഏതൊരു ആപ്ലിക്കേഷനും 2 എണ്ണമായിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ക്ലോൺ ആപ്സ് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമുക്ക് വേണ്ട ആപ്ലിക്കേഷന് നേരെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ആപ്ലിക്കേഷൻസ് എല്ലാം 2 എണ്ണമായിക്കൊണ്ട് ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോൾ ആമസോണും ഇൻസ്റ്റഗ്രാമും ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം ആമസോണും ഇൻസ്റ്റഗ്രാമും ഒരു കോപ്പി സെപ്പറേറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഏതൊരു ആപ്ലിക്കേഷനും നമുക്ക് 2 എണ്ണമായിക്കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നീട് ഒരു ഓപ്ഷൻ വരുന്നത് ലോക്ക് ആപ്സ് ആണ്. നമുക്ക് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു ആപ്ലിക്കേഷൻ കയറ്റേണ്ട ആവശ്യം വരുന്നില്ല. സിസ്റ്റം ബൈ ഡിഫോൾട്ടായിട്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിക്കൊണ്ട് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഞാനിവിടെ ആമസോൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു സാമ്പിളിനായിട്ട് കാർ ഇൻഫോ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ കൂടി ലോക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇനി ഞാൻ കാർ ഇൻഫോ എന്ന ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ പാസ്വേഡ് എൻ്റർ ചെയ്യണം, ഇല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വെച്ച് വെരിഫൈ ചെയ്ത് മാത്രമേ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. നത്തിങ് UI. ഇതിൻ്റെ ഒരു UI എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര കൂളായിട്ടുള്ള ഒരു സംഭവമാണ്. ശരിക്കും ഇതിൻ്റെ മെനു തുറക്കുന്ന സമയത്ത് ഈ ഒരു കളർഫുൾ സംഭവമല്ല അവർ കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ മാറ്റിയെടുത്തതാണ്. അത് ശരിക്കും വന്നിട്ടുള്ളത് ഐക്കൺ പാക്ക് എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് അപ്ലൈ ഹോം സ്ക്രീൻ എന്ന ഓപ്ഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും വരിക. അതിൽ അവരുടെ ഐക്കൺ പാക്ക് എന്നത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു മോണോക്രോം ലുക്കാണ്. അപ്പോൾ അവരുടെ ആപ്ലിക്കേഷൻ ലിസ്റ്റിൽ ഇല്ലാത്ത ആപ്ലിക്കേഷൻസ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന് ആ ഒരു ഡിസൈൻ വരില്ല. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഐക്കൺ പാക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്താൽ നത്തിങ് ഐക്കൺ പാക്സ് അവൈലബിൾ ആണ്. ഈ രീതിയിലുള്ള ഐക്കൺ പാക്കുകൾ ഒന്ന് അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. ഇതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഐക്കൺ പാക്കുകൾ 30 രൂപ മുതൽ 80 രൂപ വരെയൊക്കെ പ്രൈസ് റേഞ്ചിൽ അവർ പെയ്ഡ് ആയിട്ടുള്ള ഐക്കൺ പാക്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു മെനു തുറക്കുന്ന സമയത്തുള്ള ഇഷ്യൂ അവിടെ നിന്ന് മാറി കിട്ടും. ഞാനിത് തുറക്കുന്ന സമയത്ത് ഈ ഒരു വൃത്തികേട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് കസ്റ്റമൈസേഷനിൽ വന്നിട്ട് അപ്ലൈ ടു ഹോം സ്ക്രീൻ ഓൺലി എന്ന ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ ഹോം സ്ക്രീനിലേക്ക് മാത്രമേ അവരുടെ ഒരു ഐക്കൺ പാക്കുകൾ വരികയുള്ളൂ. ഞാനിവിടെ ഹോം സ്ക്രീനിൽ ആഡ് ചെയ്ത ഐക്കൺ പാക്കുകളെല്ലാം അവരുടെ തന്നെ ലിസ്റ്റിൽ പെടുന്ന ഐക്കൺ പാക്കുകളായതുകൊണ്ടാണ് ഇതെല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡിസൈനിൽ വന്നിട്ടുള്ളത്. നമുക്ക് 2 ഫോട്ടോ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കൊരു AI ജനറേറ്റഡ് വാൾപേപ്പർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന 2 ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് വെച്ച് അവർ AI വാൾപേപ്പർ പ്രൊവൈഡ് ചെയ്യും. ഇതിൽ നമ്മൾ ഏതെങ്കിലും വാൾപേപ്പറുകളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ് എഫക്റ്റ്, അറ്റ്മോസ്ഫിയർ എഫക്റ്റ് എന്നിങ്ങനെ 2 ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലോക്ക് തുറക്കുന്ന സമയത്തൊക്കെ ഭയങ്കര കൂളായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇതിൽ ബ്ലൂടൂത്ത് ഡിവൈസുകൾ ഏതെങ്കിലും കണക്ട് ചെയ്യുന്ന സമയത്ത് കോൺടാക്റ്റ് പെർമിഷൻ ചോദിക്കും. ആ ഒരു പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്സെറ്റാണ് കണക്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ നമുക്ക് കോൾ വരുന്ന സമയത്ത് കോളേഴ്സിൻ്റെ നെയിം അതിൽ അനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫോൺ എടുത്ത് നോക്കാതെ തന്നെ ആരാണ് വിളിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിന് ഡിഫോൾട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വന്നിട്ടുള്ള വെതർ ആപ്പും റെക്കോർഡർ ആപ്പും ഒക്കെ ഭയങ്കര ഒരു ഡോട്ട് ഡിസൈനുകളിലാണ് വന്നിട്ടുള്ളത്. ഭയങ്കര കൂളായിട്ടുള്ള ഒരു സംഭവമാണ്. വെതർ ആപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ളി ഒരു ഡോട്ട് ഡിസൈനാണ്. അതേപോലെ തന്നെ റെക്കോർഡർ ആപ്പ് നോക്കുകയാണെങ്കിൽ ഒരു പഴയ രീതിയിലുള്ള ഒരു ഡിസൈൻ ഭയങ്കര ഇന്നോവേറ്റീവായിട്ട് അവർ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഭയങ്കര കൂളായിട്ടുള്ള ഒരു ഫീലാണ് ഈ റെക്കോർഡർ ആപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ക്യാമറ ആക്സസും മൈക്ക് ആക്സസും നമുക്ക് ഓഫ് ചെയ്തിടാൻ വേണ്ടിയിട്ട് സാധിക്കും.
നമ്മൾ പല വെബ്സൈറ്റുകളും യൂസ് ചെയ്യുമ്പോൾ കാണാം നമ്മൾ മുമ്പ് സംസാരിച്ചതിനെ റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രൊഡക്റ്റ് ആഡുകളൊക്കെ വരുന്നതായിട്ട് കാണാം. അപ്പോൾ അതുപോലെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പല സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും, അവർ നമ്മുടെ ക്യാമറ യൂസ് ചെയ്യുന്നുണ്ടോ, മൈക്രോഫോൺ യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ. എന്നാൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫോണിൽ വന്നിട്ടുള്ള സിസ്റ്റം ആപ്ലിക്കേഷന് പോലും നമ്മുടെ ക്യാമറയും മൈക്രോഫോണും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇത് ഓൺ ചെയ്താൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ വർക്ക് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് സേഫായിട്ട് ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ പറഞ്ഞ എല്ലാ സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സും ഇവരുടെ ബഡ്ജറ്റ് ലെവൽ ഫോണായ CMF ഫോണിലും അവൈലബിൾ ആണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.